നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതൊരു കള്ളക്കേസാണ്. താൻ വെറുതെ കിടന്ന് സംസാരിച്ച് വായില് വെള്ളം വറ്റിക്കണ്ട. പറ്റുമെങ്കിൽ കോടതി വന്ന് ഭാര്യയെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്ക്. കൊണ്ടുപോയിവരെ കോടതി ഹാജരാക്കാം. കൊണ്ടുപോലെ അമ്മായി, പരാതി പിൻവലിക്ക്. ഇനിയും സമയമുണ്ട്. അബദ്ധമൊന്നും കാണിക്കരുത്. അല്ലെങ്കിൽ തന്നെ പ്രണവിന് ശിവാനിയോട് പകയാ. ഈ ഒരു വിഷയം കൂടി ഉണ്ടാക്കി വെച്ചാൽ മേലിൽ അവൾക്ക് ഈശ്വരമംഗലത്തേക്ക് കയറാമെന്ന് വിചാരിക്കണ്ട. ആഹാ, കൊള്ളാലോ. ആദ്യമൊക്കെ യാചിച്ചവള് ഇപ്പൊ ഭീഷണിപ്പെടുത്തലിലേക്ക് എത്തിയോ? ഈശ്വരമംഗലത്തേക്ക് ശിവാനി വരാതിരിക്കാൻ നോക്കുന്നതേ നീയാ. നീ അങ്ങ് ജയിലിൽ പോയി കഴിഞ്ഞാ എന്റെ മോള് സുഖമായിട്ട് ഈശ്വരമംഗലത്തേക്ക് വരും. അതിന് വെച്ച വെള്ളവേ രേണുക അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്. നിർത്തിക്കേ. നിങ്ങളുടെ കുടുംബകാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാനുള്ള സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ. നിങ്ങളൊന്ന് നോക്കിയിരിക്കുന്നേ. കൊണ്ടുപോയി. അങ്ങനെ സാറിന്റെ ഇഷ്ടത്തിന് അങ്ങനെ കൊണ്ടുപോയി കളാന്ന് വിചാരിക്കണ്ട. ആക്സിഡന്റ് പറ്റിയ ശിവാനിയുടെ മൊഴി എടുത്ത മഹേഷ് സാറിനെ എനിക്കൊന്ന് കോൾ ചെയ്തേ പറ്റൂ. അത് കഴിഞ്ഞ് എന്തും ചെയ്യാൻ ഞാൻ സമ്മതിക്കൂ. എന്റെ ഫോണും തന്നെ. ആദ്യം തന്റെ ഭാര്യ ഇവിടുന്ന് കൊണ്ടുപോട്ടെ, അത് കഴിഞ്ഞ് തരാം ഫോൺ. നടക്കില്ല സാർ. എനിക്ക് എന്റെ ഫോൺ വേണം. എനിക്ക് മഹേഷ് സാറിനെ വിളിക്കണം. കൊണ്ടുപോയിക്കോട്ടെ. നിധിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നോക്ക് ഗൗതം, നിങ്ങളെ ഞാൻ കേസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ഒരിക്കൽ ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയ കേസിൽ നിന്ന്. പക്ഷെ ഇനി അങ്ങനെ ഒഴിവാക്കലൊന്നും ഉണ്ടാവില്ല. മാറിക്കാൻ കൂടെ നടക്കില്ല. നിധിയെ കോടതിയിൽ ഹാജരാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ACP വിളിച്ചേ പറ്റൂ. എന്റെ ഫോൺ എവിടെ? ഒരു കുടുംബത്തിനെ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് അതുകൊണ്ട് ആസ്വദിക്കാൻ വന്നാണോ നീ? എന്തിനാ സാർ നിധി ഇങ്ങോട്ടേക്ക് പിടിച്ചോണ്ട് വന്നേ? അതെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഈ നിധി നിന്നെ വാഹനം പിടിച്ച് കൊല്ലാൻ നോക്കി എന്നൊരു കേസ് വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനൊരു കേസ് എടുക്കാനുള്ള പരാതി എനിക്കില്ലെങ്കിലും അപകടം പറ്റിയത് എനിക്ക് പരാതി ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഒന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടെ? ആ ജോലി ഞാൻ വേറെ ആരെ ഏൽപ്പിച്ചിട്ടില്ല. ACP മഹേഷ് സാറിനോട് ഞാൻ നടന്ന സംഭവങ്ങള് കൃത്യമായിട്ട് പറഞ്ഞ് മൊഴി കൊടുത്തതാ. ആരും എന്നെ ഭീഷണിപ്പെടുത്തി പറയിച്ചതല്ല. എനിക്ക് ആക്സിഡന്റ് ആയത് എന്റെ കയ്യിലെ കുറ്റം കൊണ്ടാ. അലക്ഷ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് നിധിയുടെ കാറിന് മുന്നിലേക്ക് ഞാനാ ചെന്ന് ചാടിക്കൊടുത്തത്. നിധി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ട് മാത്രം ഞാനിപ്പോ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത്. എന്തൊന്നാടി നീ പറയുന്നേ? അമ്മയൊന്നും മിണ്ടാതിരിക്കോ? ശിവാനി, നീ ആലോചിച്ചു തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? സത്യം പറയാൻ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ ആന്റി. കള്ളം പറയാനല്ലേ ഒരുപാട് ആലോചിക്കണ്ടേ? നിധിയും ഗൗതവും ചേർന്ന് അപ്പൊ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് മാത്രം എന്റെ ജീവൻ തിരികെ കിട്ടിയത്. നിധി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തോന്നാ രേണുക ഇതൊക്കെ? സർ, ഒരു മിനിറ്റ്. നിന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ച ഇവളെ നീ എന്തിനാ ശിവാനി രക്ഷിക്കാൻ നോക്കുന്നേ? ഇവള് പോയി അകത്ത് കിടന്ന് അഴി എണ്ണണം, എന്നല്ലേ പഠിക്കൂ. സർ, ഇവളെ കോടതിയിൽ ഹാജരാക്കണം. അമ്മ ഇതിൽ ഇടപെടരുത്. അമ്മ എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണോ? ഇത്രയും കാലം അമ്മ പറയുന്നത് കേട്ട് ജീവിച്ച് ഞാൻ ഈ പരുവത്തിലായി. എല്ലാവരുടെ മുന്നിൽ ഞാൻ മോശക്കാരിയായി. ഇനിയും അങ്ങനെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. സർ, എനിക്കൊരു പരാതിയുമില്ല. ഗൗതവും നിധിയും എന്റെ ജീവൻ രക്ഷിച്ചവരാ. ദയവീത് നിധിയെ വെറുതെ വിടണം. സോറി നിധി. അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്കൊരു സൂചന പോലും കിട്ടിയില്ല. ഇതൊന്നും എന്റെ അറിവോടെ അല്ല നടന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊരു കള്ളക്കേസാണെന്ന്. ഇപ്പൊ എന്ത് പറയുന്നു? ഇനിയും സാറിന് നിധിയെ കോടതിയിൽ ഹാജരാക്കിയേ പറ്റുമെന്നുണ്ടോ? എല്ലാവരും പറഞ്ഞിട്ടേക്കടോ. ഇയാളുടെ ഫോൺ എടുത്തു കൊടുത്തേക്ക്. ഓൺലൈനിൽ ഒരു പരസ്യം കൊടുത്തതിന്റെ തൊട്ട് പിന്നാലെ തന്നെ
പറഞ്ഞ വിലയ്ക്ക് കാറ് വാങ്ങാൻ താൻ വന്നപ്പോഴേ ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. ആരോ വലിച്ചൊരു ചരടിന്റെ തുമ്പിൽ കളിച്ച കളിപ്പാവിയാണ് താനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം ഞാൻ കണ്ടുപിടിക്കും. അന്ന് തരാൻ തനിക്ക് ഞാൻ ബാക്കി. വാ ഗൗതം, നിധി വാ, ഇവിടെ നിൽക്കണ്ട, ഇറങ്ങാൻ നോക്ക്. വാ. വാ. മോളെ ശിവാനി, പതുക്കെ. ശരിയെന്നാ. ശിവാനി, ഒരുപാട് നന്ദിയുണ്ട്. ഈ നന്ദി സ്വീകരിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ നിന്നോട് ചെയ്ത ക്രൂരതകൾക്കുള്ള പരിഹാരത്തിന്റെ ഒരംശം പോലും ആവില്ല. നീ വീണ്ടും ഇവളെ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ ഞാൻ അത്രയും വലിയ പിടിയാവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതും അമ്മയും മോളും ചേർന്നുള്ള നാടകമല്ലെന്ന് ആർക്കറിയാൻ പറ്റും? സാരല്ല, ആന്റിക്ക് എന്നെക്കുറിച്ച് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ആരും എന്നെക്കുറിച്ച് നല്ലത് ചിന്തിക്കണമെന്നോ തിരുത്തി മനസ്സിലാക്കണമെന്നോ ആഗ്രഹിക്കാനുള്ള അവകാശം എനിക്കില്ല. മതി കുമ്പസാരം, വായിങ്ങോട്ട്. എല്ലാവരുടെ മുന്നിൽ എന്നെയും കൂടി നാണം കെടുത്തിട്ട് മതിയായില്ലേ നിനക്ക്? വായിങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. നടക്കങ്ങോട്ട്. ശിവാനി, ഞാൻ കാറിലങ്ങ് ആക്കിത്തരാം. വേണ്ട, ഞാൻ ഓട്ടോ എടുത്ത് പൊയ്ക്കോളാം. എന്തു പറ്റി? വലിയ നിരാശയാണല്ലോ മുഖത്ത്. എന്നെ ജയിലിലടയ്ക്കാൻ പറ്റാത്തതിന്റെ സങ്കടമായിരിക്കും. എടുത്തു വരുന്നുണ്ടോ? നമുക്ക് പോവാം. ബസ് വയ്ക്കൂ, ഞാൻ ഇവരുടെ കൂടെ വന്നോളാം. എന്തെങ്കിലും ചെയ്യ്. താങ്ക്സ് ഗൗതം. എന്തിന്? അവസാന നിമിഷം വരെയും എന്നെ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് പോലീസിനോട് പോരാടിയതിന്. ഇനിയും നിന്നെ ജയിലിലേക്ക് അയച്ചിട്ട് എന്ത് സമാധാനത്തിൽ ഞാൻ പുറത്ത് നിൽക്കും? അതിന് പറ്റില്ല നിധി എനിക്ക്.